മാതൃഭൂമി ന്യൂസാണ് ഇടുക്കി പരുന്തുംപാറയിലെ കയ്യേറ്റങ്ങൾ, അനധികൃത കയ്യേറ്റങ്ങൾ ആ വാർത്ത നമുക്ക് പുറത്തു കൊണ്ടുവന്നിരുന്നത്. എന്നിട്ട് സ്റ്റോപ്പ് മെമ്മോ കളക്ടർ കൊടുത്തു. അതിനുശേഷവും നിർമ്മാണം നടക്കുന്ന ദൃശ്യങ്ങളും മാതൃഭൂമി ന്യൂസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ആ കയ്യേറ്റ ഭൂമിയിൽ ഒരു കുരിശ് സ്ഥാപിച്ചിരിക്കുകയാണ്, അതും ആസൂത്രിതമായി. അതെ, വ്യാപക കയ്യേറ്റം നടന്നുവെന്ന മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട ശേഷം, ഈ വാർത്ത പുറത്തുവിട്ട ശേഷമാണ് ഈ കുരിശ് സ്ഥാപിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം പ്രദേശത്ത് പരിശോധന നടത്തുന്ന സമയത്തും ഇവിടെ കുരിശ് ഉണ്ടായിരുന്നില്ല. ബിനിൽ വിവരങ്ങളുമായിട്ട്. ബിനിൽ, പലയിടങ്ങളിൽ അന്ന് മൂന്നാറിലെ നേരത്തെയുള്ള കയ്യേറ്റ ശ്രമങ്ങളുടെ ഒക്കെ ഇടയിൽ പലയിടങ്ങളിലും ഇതുപോലെ കുരിശുകൾ സ്ഥാപിക്കുന്നത് ഒരു തരത്തിലും സഭകളായിട്ടോ ഒന്നും ബന്ധമില്ലാത്ത രീതിയിൽ ഇപ്പൊ ഈ കുരിശ് തന്നെ അറിയാം ഇത് എങ്ങനെയാണ് സ്ഥാപിക്കപ്പെട്ടത് എന്ന് കൃത്യമായ വിവരങ്ങൾ അധികൃതർക്ക് കാണുന്നുണ്ട്. ആദ്യം പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളിൽ കുരിശില്ല, പിന്നീട് കുരിശ് സ്ഥാപിക്കുന്നു. ഇന്ന് കുരിശ് കാണാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ട് അത് നീക്കം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുന്നുണ്ടോ? ഈ തൃക്കൊടിത്താനം സ്വദേശിക്കെതിരെ ഇതുവരെ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു പരാതി പോലും എത്താത്തത് എന്താണ്? ഗൂഢാലോചനകൾ പല വിധത്തിലാണോ നടക്കുന്നത്? ദിവിഷ, ഇത് സംബന്ധിച്ച് പുറത്തു വരുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. നേരത്തെ SITയുടെ റിപ്പോർട്ടുണ്ടായിരുന്നു. ആ SIT റിപ്പോർട്ടിന് തൊട്ട് പിന്നാലെ മാതൃഭൂമി ന്യൂസ് ആ സംഭവ സ്ഥലത്തെത്തി ആ ദൃശ്യങ്ങളൊക്കെ പകർത്തി. ആ സമയത്ത് ഈ കുരിശ് അവിടെ ഇല്ല. നമ്മുടെ ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്കത് കാണാൻ കഴിയും. അതായത് കഴിഞ്ഞ ഫെബ്രുവരി 24 നമ്മൾ ആ ദൃശ്യങ്ങൾ എടുക്കുമ്പോൾ ആ പ്രദേശത്ത്, ആ കുരിശ് സ്ഥാപിച്ചിരിക്കുന്ന പ്രദേശത്ത് ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തികളുമില്ല. അവിടെ ഒരു പടുതാക്കുളവും 5 കൂറ്റൻ ടവറുകളും മാത്രമേ ഉള്ളൂ. അതിനോട് അല്പം നീങ്ങി ആ മലഞ്ചെരുവിലാണ് ഇപ്പോൾ ഈ കുരിശ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അവിടെ കുരിശേ ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം അവിടെ ഒരു കുരിശ് പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയെന്നത് ഇന്നലെ റവന്യൂ ഉദ്യോഗസ്ഥരെത്തി സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ കുരിശ് പുറത്ത് നിന്ന് എവിടെയെന്നോ നിർമ്മിച്ച് അവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടു എന്നതാണ് അവർ മനസ്സിലാക്കുന്നത്. കാരണം താഴെ തറയൊന്നും ഇതിനെ പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. അവിടെ മണ്ണ് കുഴിച്ച് അവിടെ ഒരു കുരിശ് സ്ഥാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിലാണ് ഈ നീക്കങ്ങളൊക്കെ തന്നെ നടന്നിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. SIT റിപ്പോർട്ട് നീക്കങ്ങളിൽ നിന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് മെമ്മോ നൽകിയതാണ്, നിരോധനാജ്ഞയുണ്ട്, പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് ഇത് പരിശോധിക്കാൻ വേണ്ടി. അതായത് അവിടെ ഈ പീരുമേട് താലൂക്കിൽ ഇതുവരെ പ്രവർത്തിക്കാത്ത ഉദ്യോഗസ്ഥരെ ഇതിനു വേണ്ടി നിയോഗിച്ചിരിക്കുകയാണ്. അങ്ങനെ പോലും ഉദ്യോഗസ്ഥരുമായി ഒരു പരിചയമുള്ള ആളുകൾക്ക് സ്വാധീനം ചെലുത്താതിരിക്കാൻ വേണ്ടി. എന്നിട്ടും ഈ കുരിശ് സ്ഥാപിച്ചത് എങ്ങനെ? അപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഒത്താശയില്ലാതെ ഇത് ചെയ്യാൻ കഴിയുമോ? നേരത്തെ തന്നെ അത് കണ്ടെത്തപ്പെട്ടിട്ടുള്ളതാണ്. കാരണം പീരുമേട്ടിലെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയി കെട്ടിട നിർമ്മാണങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു പ്രത്യേക അന്വേഷണ സംഘം, അതായത് IG KC സേതുരാമന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തന്നെ കണ്ടെത്തുകയും ആ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപ്പാത്തിച്ചോല നമ്മുടെ മുന്നിലുണ്ട്, മൂന്നാറിലെ. അവിടെ ഈ സമാനമായ രീതിയിൽ കയ്യേറ്റക്കാർ കുരിശ് സ്ഥാപിച്ചുകൊണ്ടാണ് ആ ഭൂമി കൈവശപ്പെടുത്താൻ ശ്രമിച്ചത്. പിന്നീട് ആ കുരിശ് നീക്കം ചെയ്യാനൊക്കെ ഉണ്ടായ ശ്രമങ്ങളും അതിനുണ്ടായ എതിർപ്പുകളും ഒക്കെ തന്നെ നമ്മുടെ മുന്നിലുള്ള ഒരു കാര്യമാണ്. പക്ഷേ സർക്കാർ അന്ന് വലിയ ഇച്ഛാശക്തിയോടുകൂടി ആ വലിയ സമ്മർദ്ദങ്ങളൊക്കെ അതിജീവിച്ച് ആ കുരിശ് അവിടെ നിന്ന് നീക്കം ചെയ്തു. ഇവിടെ ഇപ്പോൾ തൃക്കൊടിത്താനം സ്വദേശി സജിത്ത് ജോസഫ്, അദ്ദേഹം ഒരു പാസ്റ്ററാണ്, അദ്ദേഹത്തിൻ്റെതാണ് ഇപ്പോൾ ഈ കൈവശത്തിലിരിക്കുന്ന ഭൂമി. ഇവിടെ ഈ തോട്ടം ഭൂമി മുറിച്ചു വാങ്ങിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ സർക്കാർ പുറമ്പോക്ക് കയ്യേറിയിട്ടുണ്ട് എന്ന രീതിയിലാണ് SITയുടെ റിപ്പോർട്ട് വരുന്നത്. ആ ഒരു സ്ഥലത്ത് ഈ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് പോകുന്നു എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് പെട്ടെന്നൊരു കുരിശ് പ്രത്യക്ഷപ്പെടുന്നത്. അതായത് ഈ കയ്യേറ്റം ഒഴിപ്പിക്കലിനെയും ഒക്കെ തന്നെ തടയുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി അവിടെ ഈ കുരിശ് സ്ഥാപിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ആ നിലയ്ക്ക് മതപരമായ രീതിയിൽ എങ്ങനെ ഇതിനെ തടയിടാൻ കഴിയും, പ്രതിരോധിക്കാൻ കഴിയുമെന്ന് നോക്കിയാണല്ലോ ഈ കുരിശ് സ്ഥാപിച്ചത്. അപ്പോൾ ഉടനടി അത് നീക്കം ചെയ്യുന്നത്. ഇത് ദിവസങ്ങൾ ഇരുന്നാൽ പിന്നെ വീണ്ടും ഇത് നേരത്തെ ഉള്ളതാണ് തുടങ്ങിയ വാദങ്ങളൊക്കെ ഇങ്ങനെ പല വിധത്തിൽ നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ വേഗത്തിൽ തന്നെ ഇത് നീക്കം ചെയ്യാനുള്ള നടപടിയിലേക്ക് റവന്യൂ വകുപ്പൊക്കെ കടക്കുമോ, അതോ വീണ്ടും ഇത് കാര്യങ്ങൾ വഷളാക്കുന്ന സ്ഥിതിയാകുമോ? എന്തായാലും ഇന്നലെ തഹസിൽദാരും സംഘവും ഒക്കെ അവിടെ എത്തി പരിശോധന നടത്തി പോയിട്ടുണ്ട്. അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പ്രത്യേക സർവേ സംഘവും റവന്യൂ ഉദ്യോഗസ്ഥരും പുതുതായി പീരുമേട്ടിലേക്ക് എത്തുകയാണ്. അവർ ഈ രേഖകളൊക്കെ പരിശോധിക്കുക, സർവേ നടപടികൾ പൂർത്തീകരിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഉദ്യോഗസ്ഥരെത്തുന്നത്. ആ സർവേ നടപടികൾ പൂർത്തീകരിച്ച ശേഷം ഇതിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അടിയന്തരമായി ഇടപെടേണ്ടത് ഇടുക്കി ജില്ലാ കളക്ടർ തന്നെയാണ്. കാരണം ഈ സ്റ്റോപ്പ് മെമ്മോ നൽകിയ ശേഷം അവിടെ വലിയ നിർമ്മാണ പ്രവർത്തികൾ വീണ്ടും നടക്കുന്നത് നമ്മൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. അതുപോലെ തന്നെ ഈ SIT റിപ്പോർട്ടും ഈ കയ്യേറ്റ വാർത്തകളും ഒക്കെ തന്നെ പുറത്തു വന്ന ശേഷമാണ് ഈ കുരിശടക്കം സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായി ഈ സർക്കാർ നടപടികളെ ഏതെങ്കിലും തരത്തിൽ തടയാനുള്ള ശ്രമം
അത് ഏതിൻ്റെ പേരിലാണെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെയെല്ലാം തടസ്സപ്പെടുത്തുകയും കർശനമായ നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ടത് ഇടുക്കി ജില്ലാ ഭരണകൂടം തന്നെയാണ്. അവർ ആ നടപടിയിലേക്ക് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നത് വലിയ സമ്മർദ്ദ ശക്തികൾ ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഇതിൽ എന്തായിരിക്കും ആ റവന്യൂ മന്ത്രിയുടെ അടക്കം സർക്കാരിൻ്റെ അടക്കം നിലപാട് എന്നതും നമ്മൾ പരിശോധിക്കേണ്ടതാണ്.